ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണ് ഡിസ്ക്രീറ്റ് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടിനും ഒരേ ഇക്വേഷൻ തന്നെയാണ്. ദാറ്റ് ഈസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. അതായത് നേരത്തെ നമ്മൾ എന്താണ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. അവിടെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആയിരുന്നു. ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി ആണ്. അവിടെ ഫ്രീക്വൻസി എഫ് തന്നിട്ടില്ലായിരുന്നു, പക്ഷേ ഇവിടെ എഫ് എന്നും കൂടി ആഡ് ചെയ്യുക. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണ്. ഇത് അധികം ചോദിക്കാറുണ്ട്, അപ്പോൾ പഠിച്ചു വെക്കുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഒരു ക്ലാസ്സിൻ്റെ മാർക്കും അതുപോലെ തന്നെ എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസും ഉണ്ട്. അതായത് 2 മാർക്ക് കിട്ടിയ 8 കുട്ടികൾ, 4 മാർക്ക് കിട്ടിയ 10 കുട്ടികൾ, അങ്ങനെ 6 കിട്ടിയ 16 കുട്ടികൾ, 8 മാർക്ക് കിട്ടിയ 9 കുട്ടികൾ, 10 മാർക്ക് കിട്ടിയ 7 കുട്ടികൾ. അപ്പോൾ ഇവിടെ മാർക്കും തന്നിട്ടുണ്ട്, അവരുടെ നമ്പർ അല്ലെങ്കിൽ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കോളം വരച്ചിട്ട് നമ്മൾ എഴുതുവാണ്. അപ്പോൾ ഈ ഒരു കോളം നിങ്ങൾ ഓർത്ത് വെക്കുക. ആദ്യം എക്സ് ആണ് നമുക്ക് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളത്തിൽ ഫ്രീക്വൻസി, തേർഡ് കോളത്തിൽ എഫ് എക്സ്. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 2 into 8, 4 into 10, 40, 6 into 16, 96, 8 into 9, 72, 10 into 7, 70. അങ്ങനെ എഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എങ്ങനെ എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക? 2 സ്ക്വയർ 4, 4 സ്ക്വയർ 16, 6 സ്ക്വയർ 36, 8 സ്ക്വയർ 64, 10 സ്ക്വയർ 100. അങ്ങനെ എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം എഫ് എക്സ് സ്ക്വയർ. എഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ. ഓക്കെ, എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ. 8 ഇൻറ്റു 4, 10 ഇൻറ്റു 16. അതായത് സെക്കൻഡ് കോളത്തിന് നമ്മൾ ഫോർത്ത് കോളത്തിലെ വാല്യൂസിനെ കൊണ്ട് നമ്മൾ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. 8 ഇൻറ്റു 4, 10 ഇൻറ്റു 16, അടുത്തത് 16 ഇൻറ്റു 36, 9 ഇൻറ്റു 64, 7 ഇൻറ്റു 100. അങ്ങനെ 700 വരെ ഇങ്ങനെ വാല്യൂസ് കിട്ടുന്നു. ഓക്കെ, ഇനി നമ്മൾ ഫ്രീക്വൻസിൻ്റെ ടോട്ടൽ വേണം അല്ലേ? അതാണ് ഈ ക്യാപിറ്റൽ ലെറ്റർ എൻ അല്ലേ? സിഗ്മ എഫ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിൻ്റെ ടോട്ടലാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ. അപ്പോൾ എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് എക്സ് സ്ക്വയർ, ഇതാണ് എഫ് എക്സ് സ്ക്വയർ. അതിൻ്റെ ടോട്ടൽ 2044, 2044 കിട്ടും. അടുത്തത് എന്താണ്? സിഗ്മ എഫ് എക്സ്. അപ്പോൾ എഫ് എക്സിൻ്റെ ടോട്ടൽ എത്രയാണ്? 294. അപ്പോൾ എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടലാണ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ. ഓക്കെ, ആൻഡ് സിഗ്മ എഫ് എക്സ് എത്രയാണ്? എഫ് എക്സിൻ്റെ ടോട്ടൽ. ഓക്കെ, മാറിപ്പോകരുത്. അപ്പോൾ നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 സ്ക്വയർ റൂട്ട് ഓഫ് 2044 ഡിവൈഡഡ് ബൈ 50 മൈനസ് 294 ബൈ 50 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് 2044 ബൈ 50 40.88 മൈനസ് 294 ബൈ 50 ആദ്യം ചെയ്യുക. എത്രയാണ്? 5.88 അതിൻ്റെ സ്ക്വയർ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഈക്വൽ ടു 40.88 അതുപോലെ തന്നെ എഴുതുക, മൈനസ് 5.88ൻ്റെ സ്ക്വയർ 34.57. അടുത്ത സ്റ്റെപ്പിൽ ഇത് മൈനസ് ചെയ്യുക. 40.88ൽ നിന്ന് 34.57 മൈനസ് ചെയ്താൽ 6.31. അടുത്ത സ്റ്റെപ്പിൽ ഇതിൻ്റെ റൂട്ട് കാണുക. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ദി ഡിസ്ക്രീറ്റ് സീരീസ്. ഇത് ഡിസ്ക്രീറ്റ് സീരീസിലാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് വാല്യൂസ്. അപ്പോൾ ഇതിന് മുന്നേ ഒരു കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് ഡിസ്പേർഷൻ്റെ വേറൊരു മെഷർമെൻ്റ് ആണ്.
അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. അത് അധികം വരാറുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്മെറ്റിക് മീൻ ഇൻറ്റു 100. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്മെറ്റിക് മീൻ ഇൻറ്റു 100. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നൊട്ടേഷൻ ആയിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷന് സിഗ്മ ബൈ അരിത്മെറ്റിക് മീനിന് എക്സ് ബാർ എന്ന് കൊടുക്കാം ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ രണ്ട് ബാറ്റ്സ്മാൻമാർ, അതായത് എയും ബിയും രണ്ട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ കൺസിസ്റ്റൻ്റ് ആണോ, അല്ലെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ കൺസിസ്റ്റൻ്റ്, ആരാണ് ഏറ്റവും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ആൾക്കാരുടെ സ്കോർ റേറ്റ് തന്നിട്ടുണ്ട്. 10, 12, 80, 70, 60, 100, 0, 4. അപ്പോൾ ഇതാണ് ഒരാളുടെ പിന്നെ സ്കോറ്. രണ്ടാമത്തെ ആളുടെ സ്കോറ് 8, 9, 7, 10, 5, 9, 10, 8. അപ്പോൾ ഇതാണ് രണ്ടാളുടെ സ്കോർ. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ് വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആദ്യം എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എന്ത് തരം ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. യെസ്, ഇവിടെ നമുക്ക് ഫ്രീക്വൻസി ഒന്നും തന്നിട്ടില്ല. രണ്ട് ആൾക്കാരുടെ വാല്യൂ അല്ലെങ്കിൽ പിന്നെ രണ്ട് ബാറ്റ്സ്മാൻമാരുടെ സ്കോറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു ഇൻഡിവിജ്വൽ സീരീസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഏതാണ് വരിക? ഇതാണ്, ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഫ്രീക്വൻസി വന്നാലാണ് അവിടെ എഫ് അല്ലെങ്കിൽ ഫ്രീക്വൻസി എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയറിന് കൊടുക്കേണ്ടത്. അവിടെ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസീൻ്റെ ടോട്ടലാണ്. അപ്പോൾ ഇക്വേഷൻ മാറിപ്പോവരുത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എക്സിൻ്റെ ടോട്ടൽ കാണാം. അതായത് 10, 12 അപ് ടു 4 വരെയുള്ള ഈ വാല്യൂസ് എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. അപ്പോൾ 336 എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ ഓരോ എക്സ് വാല്യൂവിൻ്റെയും സ്ക്വയർ കാണാം. 10 സ്ക്വയർ, 12 സ്ക്വയർ, 80 സ്ക്വയർ, 70ൻ്റെ സ്ക്വയർ, അതുപോലെ തന്നെ 60ൻ്റെ സ്ക്വയർ, 100ൻ്റെ സ്ക്വയർ, 0ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ. അപ്പോൾ എങ്ങനെ എക്സ് സ്ക്വയർ കാണാം. ഇനി നമ്മൾ എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ കാണാം. അതുപോലെ തന്നെ ബാറ്റ്മാൻ ബിൻ്റെയും, ബി എന്ന് പറയുന്ന ആളുടെ സ്കോർ ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ കാണാം. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 8 സ്ക്വയർ, 9 സ്ക്വയർ അപ് ടു 8 സ്ക്വയർ, ഓക്കെ, 10 സ്ക്വയർ, അങ്ങനെ ഓരോന്നിൻ്റെയും സ്കോർ കാണാം. എന്നിട്ട് അത് ടോട്ടൽ ചെയ്യുക. ഈ എക്സ് സ്ക്വയർ ആയിട്ട് കിട്ടിയ എല്ലാ വാല്യൂസും എന്ത് ചെയ്യുക? എല്ലാം ടോട്ടൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി കാണേണ്ടത് എക്സ് ബാർ ആണ്. അതായത് ഒന്നാമത്തെ നിങ്ങൾ വേണ്ടെങ്കിൽ നിങ്ങളിത് x1 ബാർ എന്നും ഇത് x2 ബാർ എന്നും ഇട്ടോളും. ഓക്കെ, അപ്പോൾ ഇത് SD1 എന്നും ഇത് SD2 എന്നും ഇട്ടോളും. ഓക്കെ, അപ്പോൾ ഇവിടെ x1 ബാർ അല്ലെങ്കിൽ ഒന്നാമത്തെ ബാറ്റ്മാനിൻ്റെ പിന്നെ ആവറേജ് അല്ലെങ്കിൽ മീന് അല്ലെങ്കിൽ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സിഗ്മ എക്സ് ബൈ എൻ, അതായത് എക്സിൻ്റെ ടോട്ടൽ എത്രയാണ്? 336 ബൈ എൻ എത്ര വാല്യൂ ആണുള്ളത്? അപ്പോൾ അത് 1, 2, 3, 4, 5, 6, 7, 8 വാല്യൂസ് ആണ്. അപ്പോൾ 8 ആണ് എൻ. ഓക്കെ, അപ്പോൾ 336 ബൈ 8 ദാറ്റ് ഈസ് ഇക്വൽ ടു 42 എന്ന് കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. അതായത് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ, അതായത് ഇതാണ് സിഗ്മ എക്സ് സ്ക്വയർ, അതിൻ്റെ ടോട്ടൽ അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ടോട്ടലാണ് സിഗ്മ എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ 25160 രണ്ടാമത്തെ കോളത്തിൻ്റെ ടോട്ടലാണ് സിഗ്മ എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ ടോട്ടലാണ് ഈ 2510 ഡിവൈഡഡ് ബൈ എൻ, എന്ന് പറഞ്ഞാൽ 8 ആണ്, മൈനസ് സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ് ബാർ ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. അപ്പോൾ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 42 അല്ലെങ്കിൽ 336 ബൈ 8ൻ്റെ സ്ക്വയർ ആണ്. അടുത്ത സ്റ്റെപ്പിൽ 25160 ബൈ 8ൻ്റെ ആൻസർ 3145 കിട്ടും, മൈനസ് 336 ബൈ 8ൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ 42 സ്ക്വയറിന് എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ 3145 മൈനസ് 1764ൻ്റെ
റൂട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം 3145 മൈനസ് 1764 നമുക്ക് മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 1381. അതിൻ്റെ സ്ക്വയർ എത്ര കിട്ടും? 37.16. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ ഒന്നാമത്തെ ബാറ്റ്മാൻ്റെ എക്സ് ബാറും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടു. ഇനി രണ്ടാമത്തെ ആളുടെ എന്ത് കാണണം? നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും കാണണം. അപ്പോൾ x2 ബാർ അല്ലെങ്കിൽ രണ്ടാമത്തെ ആളുടെ ആവറേജ് അല്ലെങ്കിൽ എക്സ് ബാർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എക്സിൻ്റെ ടോട്ടൽ എടുക്കുക, എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ എടുക്കുക. അപ്പോൾ 66ഉം 564ഉം കിട്ടും. അപ്പോൾ നമുക്കതിന് ആദ്യം എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സിഗ്മ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. 66 കിട്ടി, ഡിവൈഡഡ് ബൈ 8 ഇട്ട് കൊടുക്കുക. അപ്പോൾ 8.25 കിട്ടും. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ ബൈ എൻ മൈനസ് എന്താണ് സിഗ്മ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ എത്രയാണ്? 564 ബൈ 8 മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ 8.25 സ്ക്വയർ. ഓക്കെ, അടുത്തത് 564 ബൈ 8 എത്രയാണ്? 70.5. 8.25ൻ്റെ സ്ക്വയർ 68.06 ആണ്. അടുത്തതിൽ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 70 മൈനസ് 68.06. അപ്പോൾ ഈ വാല്യൂ മൈനസ് ചെയ്താൽ നമുക്ക് 2.44 എന്ന് കിട്ടും. അപ്പോൾ 2.44ൻ്റെ റൂട്ട് 1.456. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് ആളുടെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എക്സ് ബാറും കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും കൂടുതൽ മെയിൻ വാല്യൂ ആർക്കാണ്? ഒന്നാമത്തെ ആൾക്കാണ്. 42 ആവറേജ് പിന്നെ എത്ര സ്കോർ അടിക്കുന്നുണ്ട്? 42 ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കൺസിസ്റ്റൻ്റ് ആണ് എന്ന് നമുക്ക് നോക്കേണ്ടത് ഏത് വഴിയാണ്? കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ്, അല്ലെങ്കിൽ CV കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ്. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100. ഇതധികം ചോദിക്കാറുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 37.16 ആണ് ഒന്നാമത്തെ ആളുടെ. അപ്പോൾ അയാളുടെ എക്സ് ബാർ എത്രയാണ്? 42. അപ്പോൾ ആൻസർ എങ്ങനെ വരും? 37.16 ബൈ 42 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ അത് എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 88.48. രണ്ടാമത്തെ ആളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതുപോലെ തന്നെ നമുക്ക് 1.562 എന്ന് കിട്ടി, ഡിവൈഡഡ് ബൈ എന്താണ് എക്സ് ബാർ എത്രയാണ്? രണ്ടാമത്തെ ആളുടെ 8.25 ഇൻറ്റു 100. ആദ്യം 1.56 ബൈ 8.25 ചെയ്ത് നോക്കുക. ആ വാല്യൂവിനെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 18.93. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും കൂടുതൽ മീൻ വാല്യൂ ആർക്കാണ് കിട്ടിയ അയാളാണ് എഫിഷ്യൻ്റ്. പക്ഷെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആർക്കാണോ അയാളാണ് എന്ത്? കൺസിസ്റ്റൻ്റ്. അപ്പം ബാറ്റ്സ്മാൻ എ എന്ന് പറയുന്ന ആളാണ് എഫിഷ്യൻ്റ് സിൻസ് ഹി ഹാസ് എ ഗ്രേറ്റർ ആവറേജ് ഓർ ഗ്രേറ്റർ അരിത്മെറ്റിക് മീൻ അല്ലെങ്കിൽ ഗ്രേറ്റർ എക്സ് ബാർ. ബി എന്ന് പറയുന്ന ആളാണ് കൺസിസ്റ്റൻ്റ് ബിക്കോസ് കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ അയാളുടെ കേസിൽ വളരെ കുറവാണ്. ഓക്കെ, 18 ഉള്ളൂ, ഇയാൾക്ക് 88 ഉണ്ട്. ഓക്കെ,